സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എല്ലാം തന്നെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് കുറേ ഗ്രൂപ്പുകളുടെ ലിങ്കും മറ്റ് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്. അത് ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, നെസ്ലെ ഇന്ത്യ അവരുടെ സ്വിസ് പാരൻറ്റ് കമ്പനിക്ക് 4.5% എന്ന നിരക്കിൽ റോയൽറ്റി കൊടുക്കാനുള്ള ഒരു റോയൽറ്റി കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് പ്രൈസ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ട്, കാരണം ബ്രോക്കറേജ് അല്ലെങ്കിൽ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രോക്കറേജ് കമ്പനികൾ ഒരു ബൈക്കോൾ കൊടുത്തതാണ് ഇതിന് പ്രധാന കാരണം. കാരണം ടാറ്റ മോട്ടോഴ്സ് ഇനിയും ഒരുപാട് ഗ്രോത്ത് ബാക്കിയുണ്ട് എന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ആണ് വന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ന്യൂസ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, ഡോ ജോൺസ് ഗ്രീൻ മീൻസ് US മാർക്കറ്റ് ഗ്രീനിലാണ്, യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 116 പോയിന്റ് ഗ്രീനിലാണ് പോകുന്നത്. നിക്കി 258 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 238 പോയിന്റ് റെഡിലാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, നിഫ്റ്റി ഇന്ന് 79 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പ് ഡൗൺ 146 പോയിന്റിൻ്റെ ഒരു അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 23,344 നിന്ന് 20 പോയിന്റ് നഷ്ടത്തിൽ 23,324 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ക്ലിയർലി ഒരു ബുള്ളിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 21 ഇന്ന് ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ 29 നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, ഏഷ്യർ മോട്ടോഴ്സ്, SBI ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചത്. അതേസമയത്ത് എമാൻഡം, ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, UPL തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വലിച്ച് താഴോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 14 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ മാസവും ക്ലിയറായിട്ട് 14 പോയിന്റിൻ്റെ നഷ്ടമാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2.57% കുറഞ്ഞിട്ട് 14.39 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി നോർമൽ CPR ആയിരുന്നു ഇന്ന്, പക്ഷേ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നാളെ പ്രതീക്ഷയ്ക്ക് ഒരു വകുപ്പുണ്ട്. ബാങ്ക് നിഫ്റ്റി 49,857 ഓപ്പണായി 37 പോയിന്റ് ലാഭത്തിൽ 49,895 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 22,191 ഓപ്പണായി 41 പോയിന്റ് ലാഭത്തിൽ 22,232 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 76,679 ഓപ്പണായി 72 പോയിന്റ് നഷ്ടത്തിൽ 76,607 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,804 ഓപ്പണായി 88 പോയിന്റ് ലാഭത്തിൽ 11,892 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $79.15 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ $2,337 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു ചെറിയ രീതിയിൽ 4 പൈസയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. 83 രൂപ 54 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,273 കോടിയുടെ ബൈങ്ങും 14,846 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 426 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ 13,651 കോടിയുടെ ബൈങ്ങും 13,417 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 233 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,830 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,770 കോടിയുടെ ബൈങ് ആണ് നടത്തിയത്. അങ്ങനെ 939 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇതുവരെയായിട്ട് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടർ നോക്കുകയാണെങ്കിൽ, ഇന്ന് നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഓട്ടോ, FMCG ഈ 3 സെക്ടറുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് ലോസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, HDFC AMC ഇന്ന് 5.06% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ എമാൻഡം 1.37% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC AMC, കോൺകർ, ഫെഡറൽ ബാങ്ക്, IEX, കുമിൻസ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ട്രെൻഡ്, ഏഷ്യർ മോട്ടോഴ്സ്, ചോല ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് എമാൻഡം, ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, വോൾട്ടാസ്, UPL, ടാറ്റ കൺസ്യൂമർ, TVS മോട്ടോർ, AU ബാങ്ക്, ലോറസ് ലാബ്സ്, ടൈറ്റൻ, ബന്ധൻ ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,563 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 762 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR 0.9 ആണ് വന്നിരിക്കുന്നത്. ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ 23,324 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 36 പോയിന്റ് മുകളിലായിട്ട് 23,360 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 23,500 91 ലക്ഷം കോൾ റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 23,000 1 കോടി പുട്ട് റേറ്റിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.92 ആണ് വന്നിരിക്കുന്നത്.
49,895 സ്പോട്ട് പ്രൈസ് 48,895 അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 19 പോയിന്റ് താഴെയായിട്ട് 49,876 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 50,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 20 ലക്ഷമാണ്. അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 49,000 15 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കമ്പനി നോക്കുകയാണെങ്കിൽ പരശ്വനാഥ് ഡെവലപ്പേഴ്സ്, മൈൽ സ്റ്റോൺ ഫർണിച്ചർ, ഇങ്ങനെ 2 കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. അതേസമയത്ത് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA ഫെഡ് പ്രസ് കോൺഫറൻസ്, ഓസ്ട്രേലിയ വെറ്റ്സ്പാക്ക് കൺസ്യൂമർ കോൺഫറൻസ് ചേഞ്ച്, ഓസ്ട്രേലിയ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, ജർമ്മനി ഹോൾസെയിൽ പ്രൈസസ്, ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 18 ട്രേഡിൽ നിന്നായിട്ട് 1:1.37 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 1.09% പ്രോഫിറ്റ് അഥവാ 6,528 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 2.5% ലോസ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ 6.3% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 3.5% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ജസ്റ്റ് ബ്രേക്ക് ഈവനായി 15 രൂപ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സും അതേപോലെ തന്നെയാണ് 6 രൂപ നഷ്ടത്തിൽ ഇന്ന് ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 900 റുപ്പീസ് 0.9% ലോസാണ്. മൊത്തത്തിൽ 10.37% പ്രോഫിറ്റ് ഉറപ്പാക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണ് മാർക്കറ്റ് പോയത് എന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നോ ട്രേഡ് സോണിൻ്റെ മുകളിൽ ഓപ്പണായി നോ ട്രേഡ് സോണിനെ ടെസ്റ്റ് ചെയ്തിട്ട് നേരെ കയറി മുകളിലോട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് ഒരു റെയർ കേസ് സിനാരിയോയിൽ ഇന്ന് ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന ആ ഹൈയിൽ കറക്റ്റായിട്ട് പോയിട്ട് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിജക്ഷൻ തന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാ എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അത് പോയിരിക്കുന്നത്. റാസ്ൽ ഓയിൽസിൻ്റെ ഒരു ആക്യുറസിയാണത്. 50,221 എന്ന ലെവലിൽ കറക്റ്റായിട്ട് അവിടെ വരെ പോയിട്ട് അവിടുന്ന് ഫർദർ പതുക്കെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്നും നേരെ താഴെ വന്നു. ദെൻ നോ ട്രേഡ് സോണിൽ അതായത് ബ്രേക്ക് ഡൗൺ ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറുകയാണ്. നല്ലൊരു സിഗ്നലാണ് അത് കിട്ടിയത്. സോ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇന്ന് ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ കാണിക്കുന്നത്. ചെറിയൊരു ലോസ് തന്നെയാണ്. 22 പോയിൻ്റോ മറ്റാണ് ഇന്ന് ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ 3 ദിവസമായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിലും റെഡ് ക്യാൻഡിലാണ് കയറുന്നത്. ഇതൊരു ശുഭ സൂചനയല്ല നമ്മളോട് പറയുന്നത്. ദെൻ സെൻസെക്സും അതേപോലെ തന്നെയാണ്. മിഡ് ക്യാപ്പിൽ 3ാമത്തെ ദിവസം ഇന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇതേ രീതിയിൽ ഒരു ഫോളോ തന്നെ, മീൻസ് നെഗറ്റീവ് ക്യാൻഡിലാണ് മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫിൻ നിഫ്റ്റിയിലും ഈ രീതിയിലൊരു ഡോജിയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്, ഈ ചാനൽ ഇതുവരെയായിട്ട് 11,400 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വൈകുന്നേരത്തെ വീഡിയോ 1,176 പേരാണ് കണ്ടിട്ടുള്ളത്. പൊതുവെ ഇത് അലക്സ് പറഞ്ഞു, പൊതുവെ FNOയിൽ കൂടുതലായി ആരുമില്ല, അതുകൊണ്ട് ഞാനും തൽക്കാലം സ്റ്റോക്സിലേക്ക് ഇൻട്രാഡേയിലേക്ക് മാറ്റി. ഇന്നലെ ഫാക്റ്റിൽ നിന്നും ഇന്ന് RIL ട്രേഡ് പൂർത്തിയാക്കി. എൻ്റെ നിഗമനത്തിൽ ഇൻഡെക്സുകൾ താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യത കൂടുതൽ കാണുന്നു. പിന്നെ ഇതാരണോ ബിനു വർഗീസ് പറഞ്ഞ മാർക്കറ്റ് ഇങ്ങനെ ആണ് ഇപ്പോൾ. വിക്സ് സെല്ലേഴ്സിന് ഫേവറബിൾ ആണ്, പിന്നെ ബയേഴ്സ് അനുകൂലമാകും. എലിപ്പെട്ടിയിൽ കപ്പ വെക്കുന്ന പോലെയാണ്. ഇൻട്രാഡേ ചെയ്താൽ ഓപ്ഷൻ മൊത്തത്തിൽ പരിക്ക് പറ്റാതെ പോകാം. പണ്ടുള്ളവർ പറയുന്ന ചൊല്ല് എപ്പോഴും ഓർക്കുക, പുലരും വരെ കക്കരുത്. വേണ്ടിയ പ്രോഫിറ്റ് കിട്ടിയാൽ പൊക്കോണം. ഓക്കെ, പക്ഷേ ഞാൻ കാണുന്നത് ഒരു ഓപ്ഷൻ വാങ്ങി കോടീശ്വരനാകാൻ നടക്കുന്നവരാണ് 3/4 പങ്കും. നിങ്ങൾ നന്നായി പറഞ്ഞു, കൊടുക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. കൈ പോകുന്നതിന് മുൻപ് മെഷീനിൽ വിരൽ മുറിച്ച് രക്ഷപ്പെടുന്നതാണ് മുഖ്യം. ബിഗിലെ ഭയങ്കര ഒരു എന്തായാലും നഷ്ടം വേഗത്തിൽ ബുക്ക് ചെയ്തു ഓപ്ഷൻ ട്രേഡിങ്ങിൽ. ഓക്കെ, എന്തായാലും ഇതാരാ പറഞ്ഞ ബിനു വർഗീസ്, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ദെൻ ഓക്കെ, ഖുറാനുൽ കരീം, റഷീദ് ഖൈ ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ്, അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. ഓക്കെ, സുഖു പ്രമോ, മുമ്പത്തെ പോലെ നിഫ്റ്റിയുടെ ലെവൽ വിശദീകരിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഇതെന്താണ് ബിനു വർഗീസ്, ഫാറ്റി ഹാൻഡുകൾക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നോ, എത്ര വന്നു എന്നല്ല അവർ നോക്കുന്നത്, അവർ വിറ്റ ഓപ്ഷൻ 0 ആകുന്നു എന്നതാണ് വിഷയം. ഉദാഹരണം വീക്ക് 23,500 മുകളിൽ പോകില്ല, 23,000 താഴെയും പോകില്ല, വിറ്റ് ക്യാഷ് ഉണ്ടാക്കും അവർ. പക്ഷേ മാർക്കറ്റ് സപ്ലൈ സോണാണ് 23,300 23,500. മാർക്കറ്റ് അടുത്ത അപ്സൈഡ് പോകുന്നതിന് മുൻപ് 22,600 വന്നാൽ ഹെൽത്തി മൂവ്മെൻറ്റ് 24,000 വരെ കിട്ടും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യൂ ആണ് അവിടെ ഷെയർ ചെയ്തത്. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ 683 പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. വിനീത പറഞ്ഞിരിക്കുന്നു, സത്യമാണ് ഈ വാക്കുകൾ, ഒരുപാട് മോട്ടിവേഷൻ കൂടിയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇവിടെ നിന്നാണ് ഗുഡ് മോർണിംഗ് സർ ജി, ഇൻ യുവർ
In your intro message, it's an inspiration to us. Controlling mindset is a tough task, but as you said, if we achieve the power to complete the journey, it's really good. The show must go on. തീർച്ചയായിട്ടും ഷോ മസ്റ്റ് ഗോ ഓൺ. പരിപാടി മുന്നോട്ട് പോകണം. എന്തൊക്കെ സംഭവിച്ചാലും നിന്ന് പോകരുത്. ഗുഡ് മോർണിംഗ്. എല്ലാവരും മെസ്സേജ് ഇട്ട എല്ലാവർക്കും, അഭിപ്രായങ്ങൾ പങ്കുവെച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ.